ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങിൻ്റെ കൃഷി രീതികളെക്കുറിച്ചാണ്. രണ്ടു തരം മധുരക്കിഴങ്ങുകളാണ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നത്. ചില സ്ഥലത്ത് അത് ചക്കരക്കിഴങ്ങെന്ന് പറയുന്നു. മധുരക്കിഴങ്ങ് രണ്ട് തരമുണ്ട്. ഒന്ന് ചുവപ്പ് മധുരക്കിഴങ്ങ്, ഒന്ന് വെള്ള മധുരക്കിഴങ്ങ്. എൻ്റെ വലത്തെ കയ്യിലുള്ളത് വെള്ള മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ്. ഇതിൻ്റെ ഇല റൗണ്ടാണ്, ഒരു പ്രത്യേക തരം ഇലയാണ്. ഇത് ചുവപ്പ് മധുരക്കിഴങ്ങ്. ഇതിൻ്റെ ഇല കൈവിരലിൻ്റെ പോലെയാണ് ഇതിൻ്റെ ഇല. ഇതിലേറ്റവും ടേസ്റ്റ് ചുവപ്പ് മധുരക്കിഴങ്ങാണ്. നമ്മൾക്ക് വളരെയധികം ടേസ്റ്റ്. എന്നിരുന്നാലും കാർഷികപരമായിട്ട് രണ്ടും കർഷകർ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് കൃഷി ചെയ്യുന്ന സമയം കർക്കിടം ആദ്യവാരത്തിലാണ് കൃഷി ചെയ്യേണ്ടത്. കൃഷി ചെയ്യുന്ന വള്ളികൾ നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് വള്ളികൾ ഉണ്ടാകുകയുള്ളൂ. ജനുവരി ആദ്യവാരത്തിൽ ഇതൊക്കെ പല സ്ഥലത്തും കുഴിച്ചിട്ടിട്ട് അത് വള്ളികൾ ഉണ്ടാക്കണം. എന്നിട്ട് ഇത് കർക്കിടം ആദ്യവാരത്തിൽ ഇത് സ്റ്റാർട്ടിംഗ് ആണ് ഇതിൻ്റെ കൃഷി. ഇത് 1 മീറ്റർ വീതിയിൽ കള്ളി വെട്ടുക. കള്ളി വെട്ടിയതിന് ശേഷം ഒരു 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം കള്ളി നല്ല കട്ടി വേണം. എന്നിട്ട് ആദ്യം അടിവളമായി ചാണകം അല്ലെങ്കിൽ മറ്റുള്ള ജൈവവളങ്ങൾ ചേർക്കണം. അതിനോടൊപ്പം തന്നെ രാസവളം ചേർക്കണം. 8 എന്ന രാസവളം ചേർത്തെങ്കിൽ മാത്രമേ ഈ വള്ളിമേ നല്ല കായ ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കിട്ടേണ്ട വളമ നമ്മൾ ആദ്യത്തിലേ കൊടുക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജൈവവളവും അതോടൊപ്പം തന്നെ രാസവളവും ചേർത്തിട്ട് കള്ളി വെട്ടി ആ കള്ളിമേലാണ് ഇത് കുച്ചിടൽ. അപ്പോൾ ഇത് നടുന്നതിന് മുമ്പ് തന്നെ ഇത് വളം ചേർക്കൽ നിർബന്ധമാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. നല്ല വിപണിയിൽ നല്ല മാർക്കറ്റുണ്ട്. ആമസോൺ പോലത്തെ നമ്മുടെ വിപണിയിൽ ഇതിന് 300 രൂപ പോലെ ഉണ്ട്. 300 രൂപ വരെ ഉണ്ട്. നമ്മുടെ മറ്റുള്ള ലുലുമാൾ ഇത് 150-200 രൂപ ഒരു കിലോവിനുണ്ട്. നല്ല ടേസ്റ്റാണിത്. ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. നല്ല എനർജിയാണ് ഇത് കിട്ടുന്നത്. മധുരക്കിഴങ്ങ് നല്ല മധുരമാണിത്. അതുകൊണ്ട് നിങ്ങൾ കർക്കിടം ആദ്യവാരത്തിൽ ഇത് കൃഷി ചെയ്യാൻ ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ പണ്ട് കാലത്ത് രക്ഷപ്പെട്ടത്, അഥവാ നമ്മുടെ ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കിയത് ഈ മധുരക്കിഴങ്ങിലാണ്. അതുകൊണ്ട് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ വിളവ് കിട്ടുന്ന, കൂടുതൽ പണം കൊയ്യുന്ന ഒരു കൃഷിയാണ് മധുരക്കിഴങ്ങ് കൃഷി. അതുകൊണ്ട് ഈ മധുരക്കിഴങ്ങ് നിങ്ങൾ എന്തായാലും ഒരു 2 കളി നിങ്ങൾ ചെയ്യണം. വളരെ ഈസിയാണ്. കൂലിച്ചെലവ് കുറവാണ്. ഇത് കളക്കുന്ന സമയം മധുരക്കിഴങ്ങ് പൂവിടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഇത് കളക്കൽ. കർക്കിടത്തിൽ ഇത് കൃഷി ചെയ്തിട്ട് കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികത്തിലാണ് ഇത് വിളവെടുക്കൽ. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം 5 മാസം ആണ് ഇതിൻ്റെ വിളവ്. അപ്പോൾ ഒരു 4 മാസം കൊണ്ട് ഇത് കായായി മാറും. വൃശ്ചികത്തിലാണ് ഇത് വിളവെടുപ്പ്. കർക്കിടത്തിൽ ആണ് ഇത് കൃഷി ചെയ്യൽ. കാരണം എന്തെന്നാൽ ഇത് നടുന്ന സമയത്ത് നല്ല മഴ പെയ്യണം. എന്നെങ്കിൽ മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ വാടിപ്പോകും. വേനലിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റുകയില്ല. ഇത് ഒരു 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ തോതിലാണ് ഇതിൻ്റെ സ്റ്റമ്പ് എടുക്കേണ്ടത്. ഇത്ര മതി, ഇത്ര വലിപ്പം മതി സ്റ്റമ്പിന്, കൂടുതൽ വേണ്ട. എന്നിട്ട് ഇങ്ങനെ ഒരു 15 സെൻറ്റിമീറ്റർ ഡിഫറൻസിലാണ് ഇത് കുഴിച്ചിടേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റമ്പ് കൊണ്ട് ഇതുകൊണ്ട് ഒരു 2-3 ഉണ്ടാക്കാം. ഇത്രയാണ് ഇതിൻ്റെ വലിപ്പം മതി. അതുകൊണ്ട് നിങ്ങൾ ഈ മധുരക്കിഴങ്ങ് വളരെയധികം ലാഭകരമാണ്. പൂർവികർ ഈ ഒരു മേഖലയാണിത് പണം ഉണ്ടാക്കാൻ ആശ്രയിച്ച ഒരു കൃഷി. അതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൃഷിയാണ് മധുരക്കിഴങ്ങ്. ഇതിൽ കർഷകർ പരാജയപ്പെടുന്നത് എവിടെയെന്ന് വെച്ചാൽ പന്നി ശല്യമാണ്, അഥവാ പിഗിൻ്റെ ശല്യമാണ് ഇത് പരാജയപ്പെടാൻ കാരണം. അതിന് സോളാർ വേലി നിങ്ങൾ കെട്ടൽ നിർബന്ധമാണ്. പന്നിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ മധുരക്കിഴങ്ങ്. അതുകൊണ്ട് വേറെ ഒരു രോഗങ്ങൾ ഇതിന് കാണുന്നില്ല. ഒരു രോഗമില്ലാത്തൊരു സംഗതിയാണ് മധുരക്കിഴങ്ങ്. അതുകൊണ്ട് കർഷകരായ നിങ്ങളൊരു 2 കളി എങ്കിലും മധുരക്കിഴങ്ങ് നട്ടുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയുമാണ് എൻ്റെ വീഡിയോ. വളരെ കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ്. 4 മാസം മതി ഇതിന് വിളവെടുപ്പ്. ഓക്കെ, താങ്ക് യു.